ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോക്ക് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. അത് എപ്പോ ആവുന്നോ ആ സ്പോട്ടിൽ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, നേരെ മൂവിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ടാൻജറോ ആ ഡോളിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ അത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് ടാൻജറോ വിഷമിക്കുന്ന സമയത്ത് കൊട്ടെക്സ് അപ്പുറത്തു നിന്നും വിളിച്ചു പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ നേരാക്കിക്കോളാം എന്ന്. ഇത് കേട്ട ടാൻജറോ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ തല പൊട്ടിപ്പോവാണ്. കൊട്ടെക്സും ടാൻജറോയും അത് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സോഡ് പുറത്തോട്ട് വരുന്നു. തീർച്ചയായിട്ടും 300 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയ ഒരു സോഡായിരിക്കും ഇത് എന്ന് കൊട്ടെക്സു ടാൻജറോയോട് പറയുന്നു. ഇതാണോ ആ സീക്രട്ട് വെപ്പൺ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടെക്സു ടാൻജറോയോട് ഈ സോഡ് നിനക്കുള്ളതാണ്, ഇത് നീ എടുത്തോ എന്ന് പറയുന്നു. ഇത് കേട്ട് ടാൻജറോ ഇത്രയും വലിയ കാര്യമൊക്കെ എനിക്ക് വേണോ, എനിക്കതൊന്നും വേണ്ട എന്ന കൊട്ടെക്സ് പറയാണ്. ഈ ഡോളിനെ നീയാണ് തോൽപ്പിച്ചത്, അതുകൊണ്ട് നിനക്കുള്ളതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം വേറെ വഴിയില്ലാതെ ടാൻജറോ ഓക്കെ ഞാൻ ഇത് എടുത്തോളാം, നീ ഇത്ര നിർബന്ധിച്ചതല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ടാൻജറോ ആ സോഡ് തുറന്നു നോക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ ഇപ്പൊ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ടാൻജറോ ആകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. കൊട്ടെക്സോ ടാൻജറോയോട് എന്ത് പറ്റി ടാൻജറോ, നീ ഒരുപാട് അധികം പ്രതീക്ഷിച്ചല്ലേ? ഇത് കേട്ട് ടാൻജറോ 300 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയതല്ലേ, അത് തുരുമ്പ് പിടിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കേണ്ടതായിരുന്നു, ഞാൻ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ടാൻജറോ പറയുന്നു. ഇതേ സമയം തന്നെ അങ്ങ് കാട്ടിൽ നിന്നും ഒരു ശബ്ദം, എന്തോ വലിയ മസ്കുലർ മോൺസ്റ്റർ നടന്നു വരുന്ന പോലത്തെ ഒരു ശബ്ദം. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹാഗ്നസ്കൗ ആയിരുന്നു. ഹാഗ്നസ്കൗ വരുന്നത് കണ്ട് ഇവർ രണ്ടുപേരും പേടിക്കുകയാണ്. ഹാഗ്നസ്കൗ വന്ന ഉടനെ തന്നെ ഇത് എനിക്ക് വിട്ടേക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ സ്പോഡ് ടാൻജറോയുടെ കയ്യിൽ നിന്നും മേടിക്കുന്നു. എന്നാൽ ടാൻജറോ ഇത് കൊട്ടെക്സുവിന് അവകാശപ്പെട്ടാണ്, ഇത് ഞാൻ ഒരിക്കലും തരില്ലെന്ന് ടാൻജറോയും പറയുന്നു. ഇത് എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് ഹാഗ്നസ്കൗ പറയുന്നു. എന്നാ വേണ്ട, ഇത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, ഇത് ഞാൻ നിങ്ങൾക്ക് തരില്ലെന്ന് ടാൻജറോയും പറയുന്നു. ചെറിയ കുട്ടികളുമായിട്ട് അടിയുണ്ടാക്കാൻ നാണമില്ലേ എന്ന് കൊട്ടെക്സ് ഹാഗ്നസ്കൗവിനോടും ചോദിക്കുന്നു. ഇത് ഞാൻ നോക്കിക്കോളാന്നല്ലടാ നിങ്ങളോട് പറഞ്ഞെന്നും പറഞ്ഞ് ഹാഗ്നസ്കൗ അവരെ എടുത്ത് തൂക്കിയെടുത്ത് എറിയുന്നു. അവർ രണ്ടുപേരും താഴെ വീഴുവാണ്. എന്നാൽ ഇതേ സമയം ഹാഗ്നസ്കൗവിന്റെ പുറകിലൂടെ ഒരാൾ വന്നിട്ട് ഹാഗ്നസ്കൗവിന്റെ വീക്ക് പോയിന്റ് ഇവിടെയാണെന്ന് പറഞ്ഞ് ഹാഗ്നസ്കൗവിനെ ഇക്കിളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മിസ്റ്റർ കാണമോരി, എന്തൊക്കെയുണ്ട്, കുറെ നാളായല്ലേ കണ്ടിട്ടെന്ന് ടാൻജറോ അയാളോട് പറയുന്നു. അയാൾ, ഓ ടാൻജറോ എനിക്ക് സുഖം തന്നെ, നിനക്കോ? നീ പുതിയൊരു സോഡ് തേടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഹാഗ്നസ്കൗ നിനക്ക് വേണ്ടി ഒരു സോഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെ താനെ ട്രെയിനിങ് ചെയ്ത് വളരെ പവർഫുൾ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ടാൻജറോ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാട് ഹാഗ്നസ്കൗ സഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഹാഗ്നസ്കൗവിന് അധികം ക്ലയൻസ് ഒന്നുമില്ല. ഉള്ള ക്ലയൻസിനൊക്കെ പുള്ളിക്കാരൻ വെറുപ്പിച്ചു വിട്ടതുകൊണ്ട് ഇപ്പൊ ആരും അവരുടെ അടുത്തോട്ട് വരാറില്ല. ഇപ്പൊ മനസ്സിലായി ഹാഗ്നസ്കൗവിന് എന്തുകൊണ്ടാണ് വൈഫ് ഇല്ലാത്തതെന്ന് പറഞ്ഞ് കൊട്ടെക്സും പറയുന്നു. ഇത് കേൾക്കുന്ന ഹാഗ്നസ്കൗ ചാടി എഴുന്നേറ്റിട്ട് പറയുവാണ്, ഹാഗ്നസ്കൗ ഫാമിലിയുടെ പോളിസിൻ ടെക്നിക് യൂസ് ചെയ്ത് എന്നെ കൊണ്ട് ആ സോഡ് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ഹാഗ്നസ്കൗ പറയുന്നു. ആ ഇതിനായിരുന്നില്ലേ ആ സോഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കാൻ വേണ്ടി ശ്രമിച്ചേ, ഇതങ്ങ് തൊള്ള തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് കൊട്ടെക്സു ഹാഗ്നസ്കൗവിനോട് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ കൊട്ടെക്സ് പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാര്യയില്ലാത്തതെന്ന്. ഇത് കേട്ട് ടെൻഷനായ ഹാഗ്നസ്കൗ അവന്റെ കഴുത്തിന് പിടിച്ച് അവനെ പൊക്കുവാണ്. മിസ്റ്റർ കാണമോരിയും ടാൻജറോയും കൂടി ചേർന്ന് എങ്ങനെയൊക്കെയോ ഹാഗ്നസ്കൗവിനെ സമാധാനിപ്പിക്കുവാണ്. ഹാഗ്നസ്കൗ പറയാണ്, ഈ സ്വാഡ് ഞാൻ പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന് തരാം, അതുവരേക്കും നിങ്ങൾ ഈ സ്വാഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ടാൻജറോക്ക് ഒരു സ്പെയർ സ്വാഡ് കൊടുക്കുവാണ്. അതായത് ഇതിനു മുമ്പ് ടാൻജറോയുടെ കയ്യിൽ ഏത് സ്വാഡാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്വാഡ് ടാൻജറോക്ക് ഇപ്പൊ ഹാഗ്നസ്കൗ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ സമയം രാത്രിയാവുന്നു. ടാൻജറോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുവാണ്, 3 ദിവസം ഫുഡോ വെള്ളമോ ഇല്ലാതെ ആ സ്വാഡ് പോളിഷ് ചെയ്യൂ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എന്റെ സ്വാഡ് എന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഹാഗ്നസ്കൗവിന് ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. ഇതൊക്കെ കേൾക്കുന്നുണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ഗനിയ. എന്താണ് നീ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുന്നതെന്ന് ഗനിയെ ചോദിക്കുന്ന സമയത്ത് ടാൻജറോ ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന്. ഗനിയ പറയുന്നു, അന്ന് നീ എന്റെ കൈ ഒടിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല, നീ അത് മറന്നു കാണുമല്ലേ? ടാൻജറോ പറയുകയാണ്, അന്ന് നീ ആ ലേഡിയോട് മോശമായിട്ട് പെരുമാറിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അതൊക്കെ വിട്ടേക്ക്, നീ ഇപ്പൊ ഈ ക്രാക്കർ തിന്നെന്ന് പറഞ്ഞ് ടാൻജറോ അവൻക്ക് ഒരു ക്രാക്കർ കൊടുക്കുന്നു. എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഗനിയ ടെൻഷൻ ആവുന്നു. ഇത് കേൾക്കുന്ന ടാൻജറോ, നിന്റെ ഒരു പല്ലല്ലേ കൊഴിഞ്ഞു പോയിരുന്നേ, പിന്നെ എങ്ങനെ അത് വന്നേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഗനിയ ആകെ ഇല്ലാണ്ടാവുകയാണ്. നിനക്ക് എന്റെ മേലിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഗനിയ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ടാൻജറോ, അങ്ങനെ സംശയമൊന്നുമില്ല, നിന്റെ പല്ല് എന്റെ കയ്യിലുണ്ട്, പിന്നെ എങ്ങനെയാണ് നിനക്ക് പല്ല് വന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ടെൻഷനായി ഗനിയ, എന്റെ പല്ലെന്തിനാടാ നീ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ടാൻജറോ പറയുന്നു, ഇത് നീ വലിച്ചെറിഞ്ഞല്ലേ, നിനക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തു വെച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ഗനിയ അവനെ ചവിട്ടി പുറത്താക്കുവാണ്. ഗനിയ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ടാൻജറോ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ ടാൻജറോ നെസുക്കോയുടെ മുടിയൊക്കെ ഇങ്ങനെ മുടഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഗനിയക്ക് വിശന്നുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമുക്ക് രണ്ടുപേർക്കും അവനക്ക് പോയി ഫുഡ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് ടാൻജറോ. നെസുക്കോയും അതെ എന്ന് പറയുന്നു.
നാളെ രാവിലെ അവനോട് നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് പറയാമെന്നും പറയുന്നു. മിസ് കാൻഡ്രോജിക്കുള്ള അതേ ഹെയർ സ്റ്റൈലാണ് ഞാൻ നിനക്കും തന്നിട്ടുള്ളതെന്ന് ടാൻജിറോ നിസുക്കോട് പറയുന്നു. നിസുക്കോക്ക് അത് കേട്ട് ഹാപ്പി ആവുകയാണ്. ഈ രാത്രി വളരെയധികം മനോഹരമായിട്ടുണ്ടല്ലേ എന്ന് ടാൻജിറോ നിസുക്കോയോട് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ആ വില്ലേജിലുള്ള ഒരുത്തൻ കുളിക്കാൻ വേണ്ടി തോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നട്ടപ്പാതിരാക്ക് ഇവൻ തോട്ടിൽ കുളിക്കുന്ന എന്തിനാണാവോ? അങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ അവന്റെ മുമ്പിൽ ഒരു കൂജ ഇരിക്കുന്നു. ഈ നടക്കുന്ന വഴിയിൽ ആരാടാ ഈ കലം കൊണ്ട് വന്ന് വെച്ചെന്ന് അവൻ ചിന്തിക്കുന്ന സമയത്ത് ഇത് ആർക്കെങ്കിലും ആവശ്യം വരും, ആരെങ്കിലും ഇത് തേടി വരുമായിരിക്കും, അതുകൊണ്ട് ഇത് കുറച്ചങ്ങ് മാറ്റി വെക്കാന്ന് പറഞ്ഞ് അവൻ അതിന്റെ അടുത്തോട്ട് പോയി അതിനെ തൊടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അതിനകത്തോട്ട് കയറി പോകുന്നു. പോയതുപോലെ തന്നെ അവൻ തിരിച്ച് അതിനകത്തോട്ട് വരുന്നു. അവന്റെ ബ്ലഡ് എല്ലാം തന്നെ അവന്റെ ശരീരം നുറുങ്ങി പുറത്തോട്ട് വരുവാണ്. ഈ വില്ലേജിലിരിക്കുന്ന ഹ്യൂമൻസിന്റെ ബ്ലഡ് ഒന്നും തീരെ പോരാ, ഒട്ടും ടേസ്റ്റ് ഇല്ലെന്ന് ആ കലത്തിൽ നിന്ന് വന്ന ആ ഡീമൺ പറയുന്നു. എന്തായാലും ഈ വില്ലേജിലെ ആളുകളെ ഞാൻ തിന്നാൻ പോകുന്നില്ല, ഈ വില്ലേജിലെ ആളുകളെ എല്ലാം തന്നെ ഞാൻ അങ്ങ് കൊന്നുകളയാൻ പോവാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സോഡില്ലാതെ എങ്ങനെ ഡീമൺ സ്ലേയേഴ്സ് ഞങ്ങളെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് അപ്പർ 5 ഗിയോക്കോ ഡീമൺ അങ്ങോട്ട് വരുന്നു. അയ്യോ, ഞാനിത് ചെയ്യണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. ലോർഡ് മൂസാനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. ആരെങ്കിലും എന്നെ കണ്ട ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചു വിറച്ച് നിൽക്കുവാണ് അപ്പർ 4 ഡീമൺ ആയിട്ടുള്ള ഹാൻഡങ്കു. എന്ന ഇതേ സമയം തന്നെ പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ അറിയാതെ ടാൻജിറോയും നെസുക്കോയും സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഗനിയ ആരും കാണാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഒരു വീടിന്റെ അടുത്ത് എത്തുവാണ്. ഏയ് വയസ്സായ മനുഷ്യ, ഏയ് ഓൾഡ് മാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗനിയ ആ വീടിനകത്തോട്ട് കയറുന്നു. അവിടെ ആരും തന്നെ കാണാനില്ല. അവിടെ ടേബിളിൽ ഒരു സോഡ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഗനിയ അത് എടുത്തിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഉറങ്ങിക്കിടക്കുന്ന ടാൻജിറോയുടെ മൂക്ക് വന്ന് ആരോ പിടിക്കുന്നുണ്ട്. എന്നാൽ ടാൻജിറോക്ക് അത് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ ടാൻജിറോ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുൻപിൽ അതാ മൊയ്ച്ചിറോ ഇരിക്കുന്നു. ഹേയ് ടോയ്ക്കിട്ടോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എന്തിനാ എന്റെ മൂക്കി പിടിച്ചേ എന്നൊക്കെ പറഞ്ഞ് ടാൻജിറോ ചോദിക്കുന്ന സമയത്ത് മൊയ്ച്ചിറോ പറയാണ്, നീ റിയാക്ട് ചെയ്യാൻ കുറെ ടൈം എടുത്തല്ലോ, നീ എന്താ ടോട്ടൽ കോൺസെൻട്രേഷൻ ബ്രീത്തിങ് ടെക്നിക് യൂസ് ചെയ്തിട്ടല്ലേ ഉറങ്ങുന്നതെന്ന് മൊയ്ച്ചിറോ ചോദിക്കുന്നു. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് ഉറങ്ങിയത്. എന്നെ അറ്റാക്ക് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റേനെ എന്ന് ടാൻജിറോ പറയുവാണ്. ഞാൻ വന്നത് കാനമുറയായിരുന്നു എന്റെ അപ്പോയിന്റ്മെന്റ് സോർഡ് സ്മിത്ത്, അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ തേടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ടാൻജിറോ പറയുന്നു, അവരും ഹാഗ്നാസ്കാവും കൂടി ഇപ്പോൾ സ്വോർഡ് പോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലാണെന്ന് ടാൻജിറോ പറയുന്നു. അവരെവിടെയാണെന്ന് ചോദിക്കുകയാണ്. അവർ ഹാഗ്നാസ്കാവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ടാൻജിറോ പറയുന്നു. എന്നാൽ മൊയ്ച്ചിറോ ചോദിക്കുകയാണ്, ഇപ്പൊ ഹാഗ്നാസ്കാവ് എവിടെയാണ്? അവരുള്ള സ്ഥലത്തോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാന്ന് ടാൻജിറോയും പറയുന്നു. മൂച്ചിറ ചോദിക്കുകയാണ്, നിനക്ക് ഒരാളെ സഹായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പോലും നീ വെറുതെ എന്തിനാ സഹായിക്കുന്നതെന്ന് മൂച്ചിറ ചോദിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ഹെൽപ്പ് തീർച്ചയായിട്ടും ഒരു നാൾ നമുക്ക് തിരിച്ചു കിട്ടും. സോ നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്ന ഹെൽപ്പാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് മൂച്ചിറോ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നും കൂടി പറഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും നെസുക്കോ എഴുന്നേക്കുവാണ്. ടാൻജിറോയുടെ മൂന്തക്കിട്ട് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം മൂച്ചിറോ എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ ഓർമ്മ വന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുവാണ്. നെസുക്കോ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണല്ലോ, ഞാൻ നിനക്കിതിപ്പോ എങ്ങനെയാ പറഞ്ഞുതരാ? ഇതിക്ക് മുൻപ് ഞാൻ ഇവളുടെ കൂടെ ഇരുന്ന ഓർമ്മകളൊക്കെ എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് മൊയ്ച്ചിറോ പറയുന്ന സമയത്ത് മൊയ്ച്ചിറോ ചിന്തിക്കുന്ന പോലെ തന്നെ ടാൻജിറോയും ചിന്തിക്കുകയാണ്. ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ടാൻജിറോ അങ്ങോട്ട് നോക്കുന്നു, മൊയ്ച്ചിറോയും അങ്ങോട്ട് നോക്കുന്നു. നോക്കുന്ന സമയത്ത് ആ ഡോറും തുറന്നുകൊണ്ട് വരുവാണ് ഒരാൾ. ടാൻജിറോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആരാണത്? അതൊരു ഡീമൺ ആണോ? അത് വരുന്നത് എന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, തീർച്ചയായിട്ടും ഒരു അപ്പർ റാങ്ക് ഡീമൺ ആയിരിക്കാനാണ് സാധ്യത എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ മൊയ്ച്ചിറോ തന്റെ സോഡ് എടുത്ത് മിസ്റ്റ് ബ്രീത്തിങ് 4th ഫോം യൂസ് ചെയ്ത് ആ ഡീമനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു ഹാഷറയുടെ അറ്റാക്കിൽ നിന്ന് വരെ ഇത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അപ്പർ റാങ്ക് ഡീമൺ ആയിരിക്കുമെന്ന് ടാൻജിറോക്ക് മനസ്സിലാവുന്നു. ആ ഡീമൺ പറയുന്നു, ഞാനൊന്നും തന്നെ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ടാൻജിറോ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ ഡീമൺ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഇതിനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹിനോഗാമി കാഗുറു യൂസ് ചെയ്ത് ആ ഡീമണെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഡീമൺ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഒരു അപ്പർ റാങ്ക് ഡീമൺ ആയിട്ട് പോലും ഇതെന്താ ഞങ്ങളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാത്തതെന്ന് ടാൻജിറോ ചിന്തിക്കുന്നു. ഇതേ സമയം നെസുക്കോ ഓടി വന്ന ആ ഡീമണെ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടുന്നു. നെസുക്കോ തന്റെ പവർഫുൾ ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ടാൻജിറോ നെസുക്കോയോട് പറയുന്നുണ്ട്, പവർഫുൾ ആവുന്നത് കൊള്ളാം, പക്ഷെ ഓവർ ആവണ്ട എന്ന് പറയുന്നു. ഇതേ സമയം മൊയ്ച്ചിറോ
ആ ഡീമന്റെ തല ഇപ്പൊ വെട്ടുവിടാന്നും പറഞ്ഞു ഓടി വരുവാണ്. അങ്ങനെ ഡീമന്റെ തല അങ്ങ് വെട്ടുന്നു. ടാൻജിറോക്ക് മനസ്സിലാവുന്നു ഇതൊരു അപ്പർ റാങ്ക് ഡീമണാണ്, അതിന്റെ തല വെട്ടിയാലും അത് ചാവില്ലെന്ന്. മുയിച്ചിറോട് വിളിച്ചു പറയുന്നു, ഏയ് മുയിച്ചിറോ സൂക്ഷിക്കുക എന്ന്. എന്നാ ആ ഡീമന്റെ തല വെട്ടിയതും ആ തലയിൽ നിന്നും ഒരു കൊടലും ആ കൊടലിൽ നിന്നും വേറൊരു തലയും മുളച്ചു വരുന്നു. സോ ഇപ്പൊ അവിടെ 2 ഡീമൺ ഉണ്ട്. 2 ഡീമന്റെയും തല ഒരേ സമയത്ത് തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ടാൻജിറോ ആ ഡീമന്റെ അടുത്തോട്ട് പോകുന്നു. മുയിച്ചിറോ മറ്റൊരു ഡീമന്റെ അടുത്തോട്ടും. എന്നാ മുയിച്ചിറോയുടെ മുമ്പിലുണ്ടായിരുന്ന ഡീമൺ ഒരു വിഷറി പോലെയുള്ള ഒരു സാധനം വെച്ച് ഒറ്റ വീശൽ അങ്ങ് വീശുന്നു. നിസുക്കോ ടാൻജിറോയെ പിടിച്ചു നിർത്തിയതുകൊണ്ട് ടാൻജിറോ പറന്നു പോവാതെ നിൽക്കുന്നു. എന്നാൽ മുയിച്ചിറോ അവിടെ നിന്നും പറന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു ഡീമൺ പറയുന്നു, നീ കണ്ടോ അത്, ഇത് എന്ത് രസമാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, എനിക്ക് ചിരി വരുന്നെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഡീമൺ മിണ്ടാണ്ടിരിക്കെ, ഇനിയും 2 പേർ ജീവനോടെയുണ്ട്, അവരെയും കൊന്നു കളയണമെന്ന്. അങ്ങനെ ടാൻജിറോ ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഡീമൺ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്ത ഉപയോഗിച്ച് താഴെ ഒറ്റ ഇടി അങ്ങിടിക്കുന്നു. അവിടെ മൊത്തമായിട്ട് ഇപ്പൊ ഷോക്ക് അടിക്കുവാണ്. നമ്മുടെ ടാൻജിറോക്കും ഷോക്ക് അടിക്കുന്നുണ്ട്. ടാൻജിറോയുടെ ബോധം പോകുന്ന പോലെ ടാൻജിറോക്ക് തോന്നുന്നു. മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ആരോ മുകളിൽ നിൽക്കുന്ന പോലെ ടാൻജിറോ തോന്നുവാണ്. ആരാത്, അത് ഗനിയാണോ എന്ന് ടാൻജിറോ ചിന്തിക്കുമ്പോഴേക്കും ഗനിയ ഒരു തോക്കും പിടിച്ച് അങ്ങോട്ട് വരുന്നു. അവന്റെ കയ്യിലിരിക്കുന്നത് ഗണ്ണാണോ എന്ന് പറഞ്ഞ് ടാൻജിറോ ചോദിക്കുമ്പോഴേക്കും ഗനിയ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ ഗണ്ണിൽ നിന്ന് 2 ബുള്ളറ്റ് പുറത്തു വരുന്നു. 2 ബുള്ളറ്റും 2 ഡീമന്റെയും കഴുത്തിലോട്ട് പോയി 2 ഡീമന്റെയും കഴുത്ത് മുറിയുന്നു. എന്നാൽ ടാൻജിറോക്ക് ഈ ബുള്ളറ്റിന്റെ സ്മെല്ല് എന്തുകൊണ്ട് ഒരു കട്ടാനയുടെ സ്മെല്ല് പോലെ തോന്നുന്നു എന്ന് ടാൻജിറോക്ക് തോന്നുവാണ്. എന്നാൽ ഒരു ഡീമന്റെ കഴുത്ത് മാത്രം നല്ല പോലെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ട് ഗനിയ ഓടി വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് ആ ഡീമന്റെ തല അങ്ങ് വെട്ടുന്നു. ടാൻജിറോ വിളിച്ചു പറയുന്നു, ഏയ് ഗനിയ വേണ്ട, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ അത് മൾട്ടിപ്ലൈ ആവും എന്ന് പറയുന്നു. പറഞ്ഞു തീരുമ്പോഴേക്കും 2 ഡീമണും കൂടി ഇപ്പൊ മൊത്തം 4 ഡീമൺ ആയിട്ട് മാറുന്നു. എന്നാൽ ടാൻജിറോ നോക്കുന്ന സമയത്ത് മുൻപിൽ 3 ഡീമൺ മാത്രമേ ഉള്ളൂ. ഒരു ഡീമൺ എവിടെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഡീമൺ ടാൻജിറോയെ പൊക്കിക്കൊണ്ട് അങ്ങ് ആകാശത്തോട്ട് പോകുന്നു. നിസുക്കോ ടാൻജിറോയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിസുക്കോക്ക് അതിന് പറ്റുന്നില്ല. നിസുക്കോയോട് ടാൻജിറോ പറയുന്നു, നിസുക്കോ എന്നെ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയെങ്കിലും ഗനിയായെ സഹായിക്കുകയെന്ന്. നിസുക്കോ ഗനിയായെ സഹായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ടാൻജിറോ ആ കാഴ്ച കാണുവാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡീമൺ അതാ തന്റെ കുന്ത ഉപയോഗിച്ച് ഗനിയാവെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഗനിയ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോ ഒച്ച വെക്കുന്നു. ആ ഡീമൺ ടാൻജിറോട് പറയുന്നു, നീയെ മരിക്കാൻ പോവാണ്, പിന്നെ എന്തിനാ നീ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് പേടിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ ടാൻജിറോ ഹിനോഗാമി കാഗുറ യൂസ് ചെയ്ത് ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഡീമൺ തന്റെ വായിലിരിക്കുന്ന സോണിക് വേവ് യൂസ് ചെയ്ത് ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ടാൻജിറോക്ക് അധികം നേരം അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ടാൻജിറോ ആ ഡീമന്റെ ഒരു കാലും വെട്ടിയെടുത്തുകൊണ്ട് താഴോട്ട് വീഴുന്നു. താഴോട്ട് വീഴുന്ന വേഗത കുറയ്ക്കാൻ വേണ്ടി ടാൻജിറോ ഒരു മരത്തിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ടാൻജിറോക്ക് അതിൽ നിന്നും പറ്റുന്നില്ല. എങ്ങനെയായാലും പകുതിയെ ടാൻജിറോ താഴോട്ട് ഇറങ്ങുന്നു. ടാൻജിറോക്ക് ഒന്നും തന്നെ കാര്യമായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ആ ഡീമൺ സോണിക് വേവ് യൂസ് ചെയ്ത് ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ടാൻജിറോക്ക് ഇപ്പൊ ചെവി ഒന്നും കേൾക്കാനില്ല, വെറുതെ ഒരു മൂളല് മാത്രം. അങ്ങനെ ടാൻജിറോ ആ ഡീമന്റെ കാലിലോട്ട് നോക്കുന്ന സമയത്ത് ആ കാലിന്റെ മണ്ടയിൽ ഇപ്പൊ ഒരു തല വന്നിരിക്കുകയാണ്. ആ തലയിൽ സോണിക് വേവ് യൂസ് ചെയ്ത് ടാൻജിറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തന്നെ ടാൻജിറോ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മുയിച്ചിറോ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എവിടെയാണല്ലോ ശബ്ദം കേട്ടെ, ഇവിടെ എവിടെയാണ് ആ ഡീമൺ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ, അതായത് നമ്മുടെ കൊട്ടക്സുവിനെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മുയിച്ചിറോ കാണുന്നുണ്ട്. പക്ഷെ മുയിച്ചിറോ വലിയ കാര്യമായിട്ട് അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം മുയിച്ചിറോക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഇതിലും വലുത് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട്. ഇത് ആ ഡീമന്റെ മെയിൻ ബോഡി പോലുമല്ല, ആ ഡീമന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ പയ്യനെ ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ വില്ലേജിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ അവിടെ പോയി എല്ലാവരെയും രക്ഷിക്കണം. കഴിവേ ഇല്ലാത്ത ഈ കുട്ടിയെ രക്ഷിക്കുന്ന സമയം കൊണ്ട് എനിക്ക് വില്ലേജിലെ ഒരുപാട് പേരെ രക്ഷിക്കാമെന്ന് മുയിച്ചിറോ കരുതിക്കൊണ്ട് മുയിച്ചിറോ ആ വില്ലേജിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൺ കൊട്ടക്സുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഡീമൺ കൊട്ടക്സുവിനെ ഇപ്പൊ കഴിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുയിച്ചിറോക്ക് ടാൻജിറോ പറഞ്ഞൊരു ഓർമ്മ വരുന്നു, നമ്മൾ ചെയ്യുന്ന സഹായം തീർച്ചയായിട്ടും ഒരു നാൾ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. ഇത് ഓർമ്മ വന്ന മുയിച്ചിറോയുടെ മനസ്സ് മാറുന്നു. മുയിച്ചിറോ ഓടിപ്പോയി കൊട്ടക്സുവിനെ ആ ഡീമന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. നീയല്ലേ എന്റെ ആ ഡോൾ ഉടച്ചതെന്ന് കൊട്ടക്സു മുയിച്ചിറോയോട് ചോദിക്കുന്നു. ഇത് കേട്ട് മുയിച്ചിറോ പറയുന്നു, വേഗം ഇവിടെ നിന്ന് ഓട്, വെറുതെ എന്റെ വഴിയിൽ തടസ്സം നിൽക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തുറിച്ച് ആ ഡീമനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഗായ്സ്, അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇനിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡ്സിലൊക്കെ വേറെ ലെവൽ ഫൈറ്റ് സീനൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കാരണം അതിൽ നമ്മൾ ഫൈറ്റ് സീൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
പിന്നെ ഇതിനു മുൻപ് ഏതൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വളരെ വലിയൊരു ഫാൻ ആവാൻ പോകുന്ന ഒരു മുതലാണ് മിസ്റ്റർ ഹാഷിറ മുയിച്ചിറോ ടോക്കിട്ടോ എന്ന്. 2 മാസം കൊണ്ട് ഹാഷിറ ആയ മുതലല്ലേ, അപ്പൊ എങ്ങനെ ഫാൻ ആവാണ്ടിരിക്കും? സോ ഇനിയുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.